പൊതുവളാണേ. ഇന്ന് നമ്മളൊരു മൺസൂൺ റൈഡ് പോകുന്നതാണ്. ലൊക്കേഷനും ഡീറ്റെയിൽസ് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ചില സാങ്കേതിക കാരണത്താലൊന്നും മയങ്ങിപ്പോയോണ്ട് ഉറങ്ങി എണീക്കാൻ ലേശം വൈകി പോയി. അപ്പോൾ സമയമില്ല, വേഗം പോവാം. ഇന്ത്യക്ക് സ്വന്തമായിട്ട് വേൾഡ് കപ്പ് ഇല്ലാത്ത സങ്കടം ആർക്കും വേണ്ട. പയ്യന്നൂരിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ കിട്ടി. പെട്രോളിന് വില കൂടി പറഞ്ഞപ്പോൾ നമുക്ക് എണ്ണടിക്കാണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നത്, നമ്മുടെ ട്രിപ്പ് തുടങ്ങുന്നത് ഇരിക്കുന്നത് ഏകദേശം ഒരു 35 ആളാണ് നമ്മളുള്ളത്. 29 ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേരള കർണാടക ബോർഡറിലാണ്. കബ്ബെ ഹിൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടത്തേക്ക് ഡിസ്റ്റൻസ് മടിക്കേരി എന്നാണെങ്കിൽ ഏകദേശം 45 കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ വിരാജ്പേട്ട എന്നാണെങ്കിൽ ഏകദേശം 22 കിലോമീറ്ററാണ് വരുന്നത്. പിന്നെ ശുക്രൻ ഉച്ചയിലായതുകൊണ്ട് അടുത്തേക്ക് നമ്മളെ ബൈക്ക് കടത്തി വിട്ടില്ല. അതുകൊണ്ട് നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ ഇങ്ങനെ ഒരുങ്ങി കെട്ടി വന്നതല്ലേ, കാണാണ്ട് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നടന്നു. ഒരാവേശത്തിൽ കയറി നടന്നതാണ്. പിന്നെയാണ് അതിന്റെ ചതി എനിക്ക് മനസ്സിലായത്. ദൂരത്ത് കാണുമ്പോൾ നല്ല പച്ചപ്പും ഹരിതാപകരം പ്രകൃതി ഭംഗിയെല്ലാം പറഞ്ഞിട്ട് കയറിയതാണ്. കയറി കഴിഞ്ഞപ്പോൾ ഇതിന്റെ കയറ്റം ശരിക്കും മനസ്സിലായി. അല്ല മോനെ, വായിൽ നിന്ന് വരെയും പതി വന്ന് ചാവാത്തത് ഭാഗ്യമാണ്. പിന്നെ നമ്മൾ ക്ഷത്രിയന്മാരൊന്നും പിന്മാറാത്തതുകൊണ്ട് ആഞ്ഞു വലിച്ച് കയറി. ചത്തിട്ടില്ല, ലേശം ജീവൻ ബാക്കിയുണ്ട് മുകളിലെത്തുമ്പോഴത്തേക്ക്. അമ്മാതിരി കയറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചണിക്കല്ല. കാലൊന്നും വെക്കട സ്ഥലമില്ല അതിൻ്റെ മുകളിൽ. അതുപോലത്തെ കയറ്റം. പിന്നെ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ കയറി നമ്മൾ കണ്ട കാഴ്ച ഉണ്ടല്ലോ, എന്തെന്ന് കോട തന്നെ, ഒരു തരം കോട. അപ്പുറമുള്ളവനും കാണുന്നില്ല, ഇപ്പുറമുള്ളവനും കാണുന്നില്ല, ഫുൾ കോട. പിന്നെ എല്ലാവരും കൂളായിട്ട് കയറിയോണ്ട് ആർക്കും വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചെറിയ നീണ്ട നേരത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ചു നേരം അതിൻ്റെ മുകളിൽ എടുത്ത് നമ്മൾ താഴേക്കിറങ്ങലായി. താഴേക്കിറങ്ങൽ കയറിയതിനേക്കാളും ടാസ്ക്കാണ്. അറിയാണ്ടെങ്ങാനും കാലൊന്നും തെന്നിയിട്ടുണ്ടെങ്കിൽ നടക്കേണ്ട ആവശ്യമില്ല, ഉരുണ്ടിട്ടെത്തും താഴേക്ക്. അതുകൊണ്ട് തന്നെ അത്രയും ജാഗരൂകരായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം വീട്ടിലെത്തണേ. നമ്മൾ ആ ഇറങ്ങുന്ന ഗ്യാപ്പിൽ നെക്സ്റ്റ് ലൊക്കേഷൻ കൂടെ ഒന്ന് പ്ലാൻ ചെയ്തു, തലക്കാവേരി. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ആണ് ഈ ഒരു ചെടി കണ്ടേ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിച്ചേ, പക്ഷെ അതല്ല കേട്ടോ. എന്നാൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നന്ദി, വീണ്ടും വരിക.